ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത്. ആദ്യം എന്താണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ അതായത് LPPയുടെ ഒരു ബ്രാഞ്ചാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. വേരിയസ് ഒറിജിൻസിൽ അതായത് വേരിയസ് സോഴ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓർ പ്രൊഡക്ഷൻ നടത്തുന്ന ഏതെങ്കിലും ഒരു സിംഗിൾ കോമോഡിറ്റി, അത് ഇലക്ട്രോണിക് ഐറ്റംസ് ആവാം, ഫുഡ് പ്രൊഡക്ട്സ് ആവാം, അങ്ങനെ ഏതെങ്കിലും ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻസിലേക്ക് മിനിമം പോസിബിൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ ഏത് രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാം എന്ന് കണ്ടുപിടിക്കലാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. That is, the transportation problem is one of the subclasses of LPP in which the objective is to transport various quantities of a single homogeneous commodity that are initially stored at various origins to different destinations in such a way that the total transportation cost is minimum. ഒരു ജനറൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ടാബുലർ ഫോമാണ് താഴെ തന്നിട്ടുള്ളത്. M ഒറിജിൻസും N ഡെസ്റ്റിനേഷൻസും ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുന്നു. ഓരോ ഒറിജിനിലും അവൈലബിൾ ആയിട്ടുള്ള കോമോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയാണ് റൈറ്റ് സൈഡിൽ ടേബിളിന് പുറത്ത് ഓരോ റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും തന്നിട്ടുള്ളത്. അവൈലബിലിറ്റി അതല്ലെങ്കിൽ സപ്ലൈ A1 A2 എക്സെട്ര M ആണെന്ന് വിചാരിക്കുക. ഓരോ ഡെസ്റ്റിനേഷൻസിലും ആവശ്യമുള്ള കോമോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയാണ് താഴെ ടേബിളിന് പുറത്ത് ഓരോ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടും തന്നിട്ടുള്ളത്. റിക്വയർമെൻറ്റ് അതല്ലെങ്കിൽ ഡിമാൻഡ് B1 B2 എക്സെട്ര BN ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഒറിജിൻ ഐയിൽ നിന്നും ഡെസ്റ്റിനേഷൻ ജെയിലേക്ക് 1 യൂണിറ്റ് ഓഫ് കോമോഡിറ്റി ട്രാൻസ്പോർട്ട് ചെയ്യുവാനുള്ള കോസ്റ്റിനെയാണ് CIJ ഡിനോട്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെക്കൻഡ് ഒറിജിനിൽ നിന്നും ഡെസ്റ്റിനേഷൻ 3യിലേക്ക് 1 യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുവാനുള്ള കോസ്റ്റാണ് C23. ഈ ടേബിളിലുള്ള M×N സ്ക്വയേഴ്സിനെയാണ് സെൽസ് എന്ന് വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞ യൂണിറ്റ് കോസ്റ്റ് CIJ ആണ് ijth സെല്ലിൽ ലോവർ റൈറ്റ് പൊസിഷനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഒറിജിൻ ഐയിൽ നിന്നും ഡെസ്റ്റിനേഷൻ ജെയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടേണ്ട ക്വാണ്ടിറ്റിയെയാണ് XIJ ഡിനോട്ട് ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കുകയാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. അവ കണ്ടുപിടിക്കുമ്പോൾ ചില XIJകളെല്ലാം 0 ആയിരിക്കും. M ഒറിജിൻസും N ഡെസ്റ്റിനേഷൻസുമാണ് ഉള്ളതെങ്കിൽ മാക്സിമം M+N-1 നോൺ സീറോ ലൊക്കേഷൻസേ ഉണ്ടായിരിക്കുകയുള്ളൂ. വേരിയസ് ഒറിജിൻസിലുള്ള കപ്പാസിറ്റീസ് നേരത്തെ പറഞ്ഞതുപോലെ ഔട്ടർ റൈറ്റ് മോസ്റ്റ് കോളത്തിലും ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻസിലുള്ള റിക്വയർമെൻറ്റ്സ് ഔട്ടർ ബോട്ടം റോയിലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവയെയാണ് റിം റിക്വയർമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഓയിൽ കമ്പനിക്ക് തൃശ്ശൂരും കോട്ടയത്തും ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഒറിജിനിലുള്ള വീക്ക്ലി പ്രൊഡക്ഷൻ 80 യൂണിറ്റ്സ് ആണ്. അതായത് A1 = 80. ഇവിടെ 1 യൂണിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 ബാരലായിട്ട് അസ്യൂം ചെയ്യാം. സെക്കൻഡ് ഒറിജിനിലുള്ള വീക്ക്ലി പ്രൊഡക്ഷൻ 60 യൂണിറ്റ്സ് ആണ്. അതായത് A2 = 60. ദെൻ ഈ രണ്ട് പ്രൊഡക്ഷൻ യൂണിറ്റിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ഇവിടങ്ങളിലുള്ള 3 ഷോപ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലെ വീക്ക്ലി റിക്വയർമെൻറ്റ് 50 യൂണിറ്റ്സ്, സെക്കൻഡ് പ്ലേസിൽ 50 യൂണിറ്റ്സ്, തേർഡ് പ്ലേസിൽ 40 യൂണിറ്റ്സ്. സോ B1 = 50, B2 = 50 ആൻഡ് B3 = 40. ഫസ്റ്റ് ഒറിജിനിൽ നിന്നും ഡെസ്റ്റിനേഷൻ 1ലേക്ക് 1 യൂണിറ്റ് ഓഫ് ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുവാനുള്ള കോസ്റ്റാണ് 10. സോ C11 = 10. ഫസ്റ്റ് ഒറിജിനിൽ നിന്നും ഡെസ്റ്റിനേഷൻ 2ലേക്ക് 1 യൂണിറ്റ് ഓഫ് ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുവാനുള്ള കോസ്റ്റ് 14. സോ C12 = 14. ഇതുപോലെ ഡെസ്റ്റിനേഷൻ 3യിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുവാനുള്ള കോസ്റ്റ് 15 ആയതുകൊണ്ട് C13 = 15. ദെൻ സെക്കൻഡ് ഒറിജിനിൽ നിന്നും ഡെസ്റ്റിനേഷൻ 1ലേക്ക് 1 യൂണിറ്റ് ഓഫ് ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുവാനുള്ള കോസ്റ്റ് 14. സോ C21 = 14. സിമിലർലി C22 = 13 ആൻഡ് C23 = 11. ദെൻ ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ടാബുലർ ഫോം ആണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. 2 ഒറിജിൻസ് ഉണ്ട്. ഒറിജിൻ 1 O1 അത് തൃശ്ശൂരാണ്. ഒറിജിൻ 2 O2 അത് കോട്ടയം. 3 ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. D1 എറണാകുളം, D2 ആലപ്പുഴ, D3 ഇടുക്കി. ഓവണിലുള്ള സപ്ലൈ 80 യൂണിറ്റ്സ് ആണ്. അത് ഫസ്റ്റ് റോയ്ക്ക് നേരെ പുറത്ത് റൈറ്റ് സൈഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ഒറിജിനിലുള്ള സപ്ലൈ സെക്കൻഡ് റോയ്ക്ക് നേരെ പുറത്ത് റൈറ്റ് സൈഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ 1ലുള്ള ഡിമാൻഡ് ഫസ്റ്റ് കോളത്തിന് താഴെ ടേബിളിന് പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതാണ് 50.
ഇതുപോലെ തന്നെ ബാക്കി രണ്ട് ഡെസ്റ്റിനേഷൻസിലെയും ഡിമാൻഡ്സ് താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പെർ യൂണിറ്റ് കോസ്റ്റുകൾ കറസ്പോണ്ടിങ് സെൽസിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെക്കൻഡ് ഒറിജിനിൽ നിന്നും ഡെസ്റ്റിനേഷൻ 1ലേക്ക് 1 യൂണിറ്റ് ഓഫ് ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുവാനുള്ള കോസ്റ്റ് 14 ആണ്. അതാണ് C21. അത് 21th സെല്ലിൽ, അതായത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓരോ ഒറിജിനിൽ നിന്നും ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻസിലേക്ക് ടോട്ടൽ കോസ്റ്റ് മിനിമം ആവുന്ന വിധത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടേണ്ട ക്വാണ്ടിറ്റിയാണ് XIJ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പലതരത്തിൽ ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാം. രണ്ട് രീതികൾ പറയാം. O1ൽ നിന്നും D1ലേക്ക് 40 യൂണിറ്റ്സ്, D2ലേക്ക് 30 യൂണിറ്റ്സ്, D3ലേക്ക് 10 യൂണിറ്റ്സ്. O2ൽ നിന്നും D1ലേക്ക് 10 യൂണിറ്റ്സ്, D2ലേക്ക് 20 യൂണിറ്റ്സ്, D3ലേക്ക് 30 യൂണിറ്റ്സ്. ഇതുപോലെ അസൈൻ ചെയ്താൽ O1ൽ നിന്നും ടോട്ടൽ 80 യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് O1ലുള്ള മാക്സിമം കപ്പാസിറ്റി. അതുപോലെ തന്നെ O2ൽ നിന്നും 60 യൂണിറ്റ്സ്, അതാണ് O2ലുള്ള മാക്സിമം കപ്പാസിറ്റി. ഡെസ്റ്റിനേഷൻ D1ലേക്ക് ടോട്ടൽ 50 യൂണിറ്റ്സ് കിട്ടും. D2ലേക്കും 50 യൂണിറ്റ്സ്, D3ലേക്ക് അവിടെ ആവശ്യമുള്ള 40 യൂണിറ്റ്സ് കിട്ടും. ഇതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുവാനുള്ള കോസ്റ്റ് 40 × 10 + 30 × 14 + 10 × 15 + 10 × 14 + 20 × 13 + 30 × 11 ആണ്. അത് 1700 റുപ്പീസാണ്. മറ്റൊരു തരത്തിൽ O1ൽ നിന്നും D1ലേക്ക് 50 യൂണിറ്റ്സ്, D2ലേക്ക് 30 യൂണിറ്റ്സ്, D3ലേക്ക് 0 യൂണിറ്റ്സ്, O2ൽ നിന്നും D1ലേക്ക് 0 യൂണിറ്റ്സ്, D2ലേക്ക് 20 യൂണിറ്റ്സ്, D3ലേക്ക് 40 യൂണിറ്റ്സ്. ഇതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുവാനുള്ള ടോട്ടൽ കോസ്റ്റ് 50 × 10 + 30 × 14 + 0 × 15 + 0 × 14 + 20 × 13 + 40 × 11 which is equal to 1620 rupees. സോ ഡിഫറെൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ രീതിക്ക് ഡിഫറെൻറ്റ് കോസ്റ്റാണ്. ചില കേസിൽ ക്വാണ്ടിറ്റീസ് ഡിഫറെൻ്റ് ആണെങ്കിലും എമൗണ്ട് സെയിം ആയിട്ട് വരാറുണ്ട്. ഇത്തരത്തിൽ പല പോസിബിലിറ്റീസും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് ഫസ്റ്റ് കേസിൽ ടോട്ടൽ കോസ്റ്റ് 1700 റുപ്പീസ് ആയിരുന്നു. സെക്കൻഡ് കേസിൽ 1620 റുപ്പീസ്. ആദ്യത്തേതിനേക്കാൾ കുറവാണ് സെക്കൻഡ് കേസിൽ. ഇങ്ങനെ ഏറ്റവും മിനിമം കോസ്റ്റിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഓരോ ഒറിജിനിൽ നിന്നും ഓരോ ഡെസ്റ്റിനേഷനിലേക്കും എത്ര വീതം ക്വാണ്ടിറ്റി ട്രാൻസ്പോർട്ട് ചെയ്യണം എന്ന് കണ്ടുപിടിക്കലാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. എല്ലാ പോസിബിലിറ്റീസും എഴുതി അവയുടെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ച് അതിൽ നിന്നും മിനിമം കണ്ടുപിടിക്കുക എന്നുള്ളത് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ മിനിമം കോസ്റ്റ് ചില ഓൾഗരിതംസ് ടേബിളിൽ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എപ്പോഴാണ് ബാലൻസ്ഡ് ആവുക എന്ന് നോക്കാം. ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബാലൻസ്ഡ് ആയിരിക്കും. അതായത് A1 + A2 + എക്സെട്ര + AM = B1 + B2 + എക്സെട്ര + BN ആണെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബാലൻസ്ഡ് ആയിരിക്കും. അതാണ് സിഗ്മ നൊട്ടേഷനിൽ ഷോർട്ടായിട്ട് ∑/i = 1Tm AI = ∑/j = 1Tn Bj എന്ന് തന്നിട്ടുള്ളത്. സോ ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഈക്വൽ ആണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബാലൻസ്ഡ് ആയിരിക്കും. അതല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അൺബാലൻസ്ഡ് ആണെന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഓയിൽ കമ്പനിയുടെ പ്രോബ്ലം അത് ബാലൻസ്ഡ് ആണ്. അവിടെ ടോട്ടൽ സപ്ലൈ A1 + A2 which is equal to 80 + 60 which is equal to 140. Also total demand equal to 50 + 50 + 40 which is equal to 140. സോ ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഈക്വൽ ആണ്. സോ ആ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബാലൻസ്ഡ് ആണ്. ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അൺബാലൻസ്ഡ് ആണെങ്കിൽ അതിൻ്റെ ടാബുലർ ഫോമിൽ ഡമ്മി റോ അതല്ലെങ്കിൽ ഡമ്മി കോളം ആഡ് ചെയ്ത് ടേബിൾ ബാലൻസ്ഡ് ആക്കിയിട്ട് വേണം അത് സോൾവ് ചെയ്യുവാൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അൺബാലൻസ്ഡ് ആണെങ്കിൽ ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഈക്വൽ ആയിരിക്കുകയില്ല. അത് രണ്ട് തരത്തിൽ സംഭവിക്കാം. ഒന്നുകിൽ ടോട്ടൽ സപ്ലൈ ഗ്രേറ്റർ ദാൻ ടോട്ടൽ ഡിമാൻഡ്, അതല്ലെങ്കിൽ ടോട്ടൽ സപ്ലൈ ലെസ് ദാൻ ടോട്ടൽ ഡിമാൻഡ്. ഫസ്റ്റ് കേസ് നോക്കാം. ∑ai > ∑bj. സപ്ലൈ കൂടുതലാണ്. ഇത്തരത്തിലുള്ള പ്രോബ്ലം ബാലൻസ്ഡ് ആക്കുവാൻ വേണ്ടി അതിൻ്റെ ടാബുലർ ഫോമിൽ എക്സ്ട്രാ സപ്ലൈ അബ്സോർബ് ചെയ്യുന്ന വിധത്തിൽ ഒരു ഡമ്മി കോളം ആഡ് ചെയ്യുക. ആ കോളത്തിലെ എല്ലാ സെല്ലിലെയും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 0 ആയിട്ട് അസൈൻ ചെയ്യുക. ആ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിമാൻഡ് ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഈക്വൽ ആവുന്ന വിധത്തിലാണ് ചൂസ് ചെയ്യേണ്ടത്.
ആ കോസ്റ്റ് സമേഷൻ എ ഐ മൈനസ് സമേഷൻ ബി ജെ ഇതുപോലെ ചൂസ് ചെയ്താൽ മതി. ദെൻ ന്യൂ ടേബിൾ ബാലൻസ്ഡ് ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 2 ഒറിജിൻസ് ഉണ്ട്, 3 ഡെസ്റ്റിനേഷൻസും. ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു 10 + 20 which is equal to 30. ടോട്ടൽ ഡിമാൻഡ് ഈക്വൽ ടു 12 + 8 + 6 which is equal to 26. ഇവിടെ ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഈക്വൽ അല്ല, അതുകൊണ്ട് ഈ പ്രോബ്ലം അൺബാലൻസ്ഡ് ആണ്. ഇവിടെ സപ്ലൈ ആണ് കൂടുതൽ. സോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡമ്മി കോളം, അതായത് ഡമ്മി ഡെസ്റ്റിനേഷൻ D4 ആഡ് ചെയ്യുന്നു. ആ കോളത്തിലെ എല്ലാ സെല്ലിലെയും കോസ്റ്റ് 0 ആയിട്ട് ചൂസ് ചെയ്യുന്നു. ദെൻ സമേഷൻ എ ഐ മൈനസ് സമേഷൻ ബി ജെ ഈക്വൽ ടു 30 - 26 which is equal to 4 ആയതുകൊണ്ട് ഈ ഡെസ്റ്റിനേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിമാൻഡ് 4 യൂണിറ്റ്സ് ആയിട്ട് അസൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് B4 ഈക്വൽ ടു 4. ദെൻ ന്യൂ ടേബിളിൽ ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഈക്വൽ ആണ്. ഇതുപോലെയാണ് സപ്ലൈ കൂടുതലാണെങ്കിൽ പ്രോബ്ലം ബാലൻസ്ഡ് ആക്കുന്നത്. ദെൻ സെക്കൻഡ് കേസ്, ടോട്ടൽ സപ്ലൈ ലെസ് ദാൻ ടോട്ടൽ ഡിമാൻഡ്, ദാറ്റ് ഈസ് സിഗ്മ എ ഐ ലെസ് ദാൻ സിഗ്മ ബി ജെ. ഇത്തരം സിറ്റുവേഷൻസിൽ പ്രോബ്ലം ബാലൻസ്ഡ് ആക്കുവാൻ അതിൻ്റെ ടേബിളർ ഫോമിൽ എക്സ്ട്രാ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന വിധത്തിൽ ഒരു ഡമ്മി റോ ഓർ ഡമ്മി ഒറിജിൻ ആഡ് ചെയ്യുന്നു. ആ റോയിലെ എല്ലാ സെല്ലിലെയും കോസ്റ്റ് 0 ആയിട്ട് ചൂസ് ചെയ്യുക. ഈ റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സപ്ലൈ ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ് ആവുന്ന വിധത്തിലാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ട് അത് സമേഷൻ ബി ജെ മൈനസ് സമേഷൻ എ ആയിട്ട് ചൂസ് ചെയ്താൽ മതി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 3 ഒറിജിൻസും 3 ഡെസ്റ്റിനേഷൻസും ഉണ്ട്. ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു 18 + 12 + 10 which is equal to 40. ടോട്ടൽ ഡിമാൻഡ് ഈക്വൽ ടു 20 + 15 + 10 which is equal to 45. ഡിമാൻഡ് കൂടുതലാണ്. ഈ പ്രോബ്ലം അൺബാലൻസ്ഡ് ആണ്. ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് ഒരു ഡമ്മി റോ, അതായത് ഡമ്മി സോഴ്സ് O4 ആഡ് ചെയ്യുന്നു. ആ റോയിലെ എല്ലാ സെല്ലിലെയും കോസ്റ്റ് 0 ആയിട്ട് ചൂസ് ചെയ്യുന്നു. ടോട്ടൽ ഡിമാൻഡ് മൈനസ് ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു 5 ആയതുകൊണ്ട് ഈ റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സപ്ലൈ 5 യൂണിറ്റ്സ് ആയിട്ട് ചൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് A4 ഈക്വൽ ടു 5. ദെൻ ന്യൂ ടേബിളിൽ ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഈക്വൽ ആയിരിക്കും. ഇതുപോലെയാണ് ടോട്ടൽ സപ്ലൈ ടോട്ടൽ ഡിമാൻഡിനേക്കാൾ കുറവാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബാലൻസ്ഡ് ആക്കുന്നത്. ദെൻ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് ഒരു ഫീസിബിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് ആ പ്രോബ്ലം ബാലൻസ്ഡ് ആയിരിക്കണം എന്നുള്ളത്. ദാറ്റ് ഈസ് ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. ഇതാണ് ഒരു ഫീസിബിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ.